നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മുഖ്യമന്ത്രി വാക്കുപാലിച്ചില്ല. എൻഡോസൾഫാൻ ബാധിത ശ്രുതിയുടെ പഠനം ആശങ്കയിൽ. സംഭവത്തിൽ മനംനൊന്ത് ഭർത്താവ് ആത്മഹത്യക്ക് ശ്രമിച്ചു. കന്നഡ ഭാഷക്കാരോട് സർക്കാർ അവഗണന കാണിക്കുകയാണെന്ന് ആക്ഷേപം. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിലേക്ക് മാർച്ച്. കന്നഡ ഭാഷക്കാരെ അവഗണിക്കുകയാണെന്ന വാദം അടിസ്ഥാനരഹിതമെന്ന് എന്നെ നെല്ലിക്കുന്ന MLA. ഈ വിഷയത്തിൽ ചിലർ രാഷ്ട്രീയം കളിക്കുകയാണെന്നും MLA. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് നുണബോംബ് രാഷ്ട്രീയമാണെന്ന് CMP സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ജോൺ. UDF-നെ ഇല്ലാതാക്കാനാണ് CPM ശ്രമിക്കുന്നതെന്നും CP ജോൺ. മഞ്ചേശ്വരം മത്സ്യ മാർക്കറ്റ് ചീഞ്ഞു നാറുന്നു. അധികൃതർക്ക് അനക്കമില്ല. വാർത്തകൾ വിശദമായി. എൻഡോസൾഫാൻ ബാധിത ശ്രുതിയുടെ ഫീസ് സർക്കാർ ഏറ്റെടുക്കുമെന്ന വാഗ്ദാനം കടലാസിൽ മാത്രം. മുഖ്യമന്ത്രിയുടെ വാഗ്ദാന ലംഘനത്തിൽ മനംനൊന്ത് ശ്രുതിയുടെ ഭർത്താവ് ആത്മഹത്യക്ക് ശ്രമിച്ചു. തിങ്കളാഴ്ച വൈകിട്ട് ആദൂർ കുണ്ടാർ പുഴയോരത്താണ് ജഗദീഷിനെ വിഷം അകച്ചെന്ന നിലയിൽ കണ്ടെത്തിയത്. ബാംഗ്ലൂരുവിൽ ഹോമിയോ ഡോക്ടർ വിഭാഗത്തിന് പഠിക്കുന്ന ശ്രുതിയുടെ കോളേജ് ഫീസ് അടക്കാൻ കഴിയാത്തതിലുള്ള മനോവിഷമം മൂലമാണ് താൻ വിഷം കഴിച്ചതെന്ന് ജഗദീഷ് ബന്ധുക്കളോട് പറയുന്നു. അതിൻ്റെ കുടിച്ചിട്ടാകുമ്പോൾ അവിടെ ഗവൺമെൻറ്റിന് കൊടുത്തിട്ട് അവിടെ അഡ്മിഷൻ ആയത്. ഇതുവരെയായിട്ട് എന്തോർമാരും ഇവിടെ ഇല്ല. ഇന്ന് തരാം നാളെ തരാം അതൊന്നും മാത്രം പറയുന്നല്ലാതെ വേറെ ഒന്നുമില്ല. വേറെ അതെ. ഫോണിൽ ബന്ധപ്പെട്ട് സുഹൃത്തിനോടാണ് ജഗദീഷ് ആദ്യം വിഷം കഴിച്ച കാര്യം പറഞ്ഞത്. പിന്നീട് സുഹൃത്ത് ബന്ധുക്കളെയും മറ്റും വിവരമറിയിച്ച് ഉടൻ തന്നെ കാസർകോട്ടെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു. കാസർകോട്ടെത്തിയ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ ശ്രുതിയുടെ 5 വർഷത്തെ പഠന ചെലവ് മുഴുവൻ സർക്കാർ വഹിക്കുമെന്ന് ഉറപ്പു നൽകിയിരുന്നതായി ബന്ധുക്കൾ പറയുന്നു. ഫീസ് സംബന്ധിച്ചുള്ള വിവരങ്ങൾ കളക്ടർ മുഖാന്തരം എത്തിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജഗദീഷ് ബാംഗ്ലൂരുവിലെ കോളേജിലെത്തി ഫീസ് സംബന്ധിച്ചുള്ള മുഴുവൻ വിവരങ്ങളും എഴുതി വാങ്ങി വിശദമായ നിവേദനം 6 മാസം മുമ്പ് കളക്ടർക്ക് നൽകിയിരുന്നു. ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് അയച്ചതായി കളക്ടറേറ്റിൽ നിന്നും അറിയിച്ചിരുന്നുവെന്നും ബന്ധുക്കൾ പറയുന്നു. ശ്രുതിയുടെ ഡോക്ടർ വിഭാഗത്തിന് പഠിക്കാനുള്ള മൊത്തം ഫീസ് 5 ലക്ഷത്തോളം രൂപ വരും. ഇതിൽ 2.5 ലക്ഷം രൂപ ഈ മാസം 28-ന് ഉള്ളിലാണ് അടക്കേണ്ടത്. പണം ശരിയാകാതെ വന്ന വിഷമത്തിലായിരിക്കാം വിഷം കഴിച്ചതെന്നും ബന്ധുക്കൾ പറയുന്നു. കന്നഡ ഭാഷയോടുള്ള സർക്കാർ അവഗണനയിൽ പ്രതിഷേധിച്ച് കലക്ടറേറ്റ് മാർച്ച് സംഘടിപ്പിച്ചു. വിവിധ കന്നഡ സംഘടനകളുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത്. മാർച്ചിനോടനുബന്ധിച്ച് മണിക്കൂറുകളോളം ഗതാഗതം സ്തംഭിച്ചു. മലയാളം ഔദ്യോഗിക ഭാഷയായതോടെ ഇല്ലാതായ ഭാഷാ ന്യൂനപക്ഷ അവകാശം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ജില്ലയിലെ വിവിധ കന്നഡ സംഘടനകൾ സംയുക്തമായി കലക്ടറേറ്റ് മാർച്ച് നടത്തി. മാർച്ച് സമന്വയ സമിതി പ്രസിഡന്റ് K. പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. ಪ್ರಜಾಪ್ರಭುತ್ವ ಅಂತ ಹೇಳುವಂತಹದ್ದು ವಿದ್ಯಾರ್ಥಿಗಳಿಂದ ಹಿಡಿದು ಹಿರಿಯ ವ್ಯಕ್ತಿಗಳವರೆಗೆ ಏನು ಅಂತ ಹೇಳುವಂಥದ್ದನ್ನು ನಾನು ಇಲ್ಲಿ ಸ್ಪಷ್ಟಪಡಿಸಬೇಕಾದಂಥ ಅವಶ್ಯಕತೆ ಇಲ್ಲ. ಯಾವನೇ ಒಬ್ಬ ಪ್ರಭು ಇರಲಿ, ಅವ ಇರುವಂತಹದ್ದು ನಮ್ಮ ಪ್ರಜೆಗಳಿಗಾಗಿ. ಪ್ರಜೆಗಳ ಚುನಾವಣೆಯಿಂದ ಪ್ರಭುಗಳಾಗುವಂತಹದ್ದು ಆ ಪ್ರಭುಗಳ ಅಧಿಕಾರ ಪ್ರಜೆಗಳಿಗಾಗಿ ಹೊರತು ನಮ್ಮ ಸ್ವಂತ ಕೆಲಸಕ್ಕಾಗಿ ಅಲ್ಲ. അധ്യാപകർ, സ്കൂൾ വിദ്യാർത്ഥികൾ, കന്നഡ സംഘടനകളുടെ പ്രവർത്തകർ തുടങ്ങിയവരുൾപ്പെടെ നിരവധി പേർ മാർച്ചിൽ അണിനിരന്നു. മാർച്ചിനെ തുടർന്ന് മണിക്കൂറുകളോളം ഗതാഗത സ്തംഭനമുണ്ടായി. വിദ്യാനഗറിൽ നിന്ന് ആരംഭിച്ച മാർച്ചിന് SV ഭട്ട്, മാലിയങ്കര ഭട്ട്, ഉമേഷ് സാലിയാൻ, K. ശ്രീകാന്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. എന്നാൽ കന്നഡ ഭാഷക്കാരെ അവഗണിക്കുകയാണെന്ന വാദം അടിസ്ഥാനരഹിതമാണെന്ന് എന്നെ നെല്ലിക്കുന്ന MLA. ഇതിന്റെ പേരിൽ ചിലർ രാഷ്ട്രീയ മുതലെടുപ്പ് നടക്കുകയാണെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. കന്നഡ ഭാഷാ ന്യൂനപക്ഷങ്ങളുടെ ഇടയിൽ ചില തെറ്റിദ്ധാരണയുണ്ട്. അതിന് ചില രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുകയാണ്. ഈ വിഷയം അസംബ്ലിയിൽ വന്നപ്പോൾ MLA-മാർ മൗനം പാലിച്ചുവെന്നത് ശരിയല്ല. MLA എന്ന നിലയിൽ ഞാൻ 2 ഭേദഗതികൾ അവതരിപ്പിച്ചിരുന്നു. അപ്പോൾ കന്നഡ ഭാഷ അറിയാവുന്നവർക്ക് കന്നഡയിലും സർക്കാരുമായി കത്തിടപാട് നടത്താം. മറ്റൊന്ന് ഇതിൽ പറയുന്ന 4-ാമത്തെ പേജിൽ മലയാള ഭാഷയല്ലാതെ മറ്റേതെങ്കിലും ഭാഷ മാതൃഭാഷയായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ മാതൃഭാഷയ്ക്ക് പുറമെ മലയാള ഭാഷ കൂടി പഠിക്കുവാൻ അവസരം നൽകേണ്ടതാണ്. അല്ലാതെ മലയാളം മാത്രം ഒരു കുട്ടി പഠിക്കണമെന്ന് ഈ ബില്ലിൽ പറയുന്നില്ല.
കന്നഡ മാതൃഭാഷയായിട്ടുള്ള കുട്ടിക്ക് കന്നഡ പഠിക്കാം, അതിന് പുറമെ മലയാളം കൂടി പഠിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകണമെന്ന് പറയുന്നു. സർക്കാർ കന്നഡ ഭാഷക്കാരനെ അവഗണിച്ചിട്ടില്ല. കാസർകോട്ടെ കന്നഡക്കാർക്ക് അവരുടെ സൗകര്യാർത്ഥം കന്നഡ ഭാഷ ഉപയോഗിക്കുവാനും പഠിക്കുവാനും അവസരമുണ്ടെന്നും എൻ.എ. നെല്ലിക്കുന്ന് എം.എൽ.എ. കൂട്ടിച്ചേർത്തു. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A.K. മഷറഫ്, ജില്ലാ പഞ്ചായത്ത് അംഗം അർഷദ് വർക്കടി എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് നുണബോംബ് രാഷ്ട്രീയമാണെന്ന് CMB ജനറൽ സെക്രട്ടറി CP ജോൺ. കേരളത്തിൽ UDFനെ തോൽപ്പിക്കാനല്ല ഇല്ലാതാക്കാനാണ് CPM ശ്രമിക്കുന്നതെന്നും ജോൺ വാർത്താസമ്മേളനത്തിലാണ് CP ജോൺ ഇക്കാര്യം പറഞ്ഞത്. നല്ല ചരിത്രമില്ലാത്തവർ നീണ്ട രാഷ്ട്രീയ ചരിത്രമുള്ളവരെ ചെളിവാരി എറിയുകയാണിപ്പോൾ. നയപരമായ പ്രശ്നങ്ങളും അഴിമതിയും ചർച്ച ചെയ്യുന്നതിനു പകരം രാഷ്ട്രീയത്തെ തെരുവിലേക്ക് കൊണ്ടുവരികയാണ് ചിലർ ചെയ്യുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സാമൂഹ്യ മധ്യത്തിൽ യാതൊരു സ്റ്റേക്കുമില്ലാത്ത ആളുകൾ, യാതൊരു തരത്തിലുള്ള റെക്കോർഡും ഇല്ലാത്ത ആളുകൾ, നല്ല ചരിത്രമില്ലാത്ത വ്യക്തികൾ, നീണ്ട ചരിത്രമുള്ള രാഷ്ട്രീയ നേതാക്കളെ ചളിവാരി എറിയുക, അതുമായി രാഷ്ട്രീയം തന്നെ മുന്നോട്ട് പോവുക എന്നുള്ള അവസ്ഥ അത്യധികം ഗൗരവത്തോടു കൂടിയാണ് ഞങ്ങൾ കാണുന്നത്. കേരളത്തിൽ നുണബോംബ് രാഷ്ട്രീയമാണ് നടക്കുന്നത്. ഇതിന് അറുതി വരുത്തണം. മദ്യശാലകൾ പൂട്ടിയത് ജനം അംഗീകരിച്ചു. എന്നാൽ ബാറുകൾ പൂട്ടിയപ്പോൾ കോടികൾ നഷ്ടമായ ഉടമകളാണ് വിശ്വാസയോഗ്യമല്ലാത്ത പല ആരോപണങ്ങളുടെയും പിന്നിലെന്നും CP ജോൺ പറഞ്ഞു. ഈ ബാറുടമസ്ഥന്മാർക്ക് ആരാണ് ഈ ധൈര്യം കൊടുത്തത്? നിങ്ങൾ ഈ ഗവൺമെൻറ്റിനെ, എല്ലാ തെരഞ്ഞെടുപ്പിലും ജയിച്ചു മുന്നേറിക്കൊണ്ടിരുന്ന ഈ ഗവൺമെൻറ്റിനെ എന്തെങ്കിലും നുണ പറഞ്ഞുകൊണ്ട് താഴെയിട്ടാൽ, ഞങ്ങൾ അധികാരത്തിലെങ്ങാനും വന്നു പോയാൽ ബാറ് തുറന്നു തരാമെന്ന് CPMൻ്റെ നേതൃത്വം ബാറുടമകൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് എന്നതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഇന്നലെ പിണറായി വിജയൻ നടത്തിയിരിക്കുന്ന പ്രസ്താവന. വാർത്താ സമ്മേളനത്തിൽ CMP നേതാക്കളായ VK രവീന്ദ്രൻ, B സുകുമാരൻ, CA അജീർ, കണ്ണൻ എന്നിവരും പങ്കെടുത്തു. ചീഞ്ഞ് നാറി മഞ്ചേശ്വരം മത്സ്യവിപണന കേന്ദ്രം. പഞ്ചായത്ത് അധികൃതർക്കെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. മലിനജലം കെട്ടിക്കിടന്ന് കൊതുകുകൾ പെരുകുന്നതായും ആക്ഷേപം. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്തിന് സമീപത്തെ ഗ്രാമപഞ്ചായത്ത് ബിൽഡിംഗിലാണ് മത്സ്യവിപണന കേന്ദ്രം പ്രവർത്തിച്ചു വരുന്നത്. മത്സ്യവ്യാപാരികളെയും ഉപഭോക്താക്കളെയും വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കുന്ന സ്ഥലമായി ഈ പ്രദേശം തന്നെ മാറിയിരിക്കുകയാണ്. ചീഞ്ഞുനാറിയ ഈ സ്ഥലം പഞ്ചായത്ത് അധികൃതർ ഒന്നും തന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. ഈ കേന്ദ്രത്തിലേക്ക് നടന്നു പോവുക തന്നെ പ്രയാസകരമായിരിക്കുന്നു. മാർക്കറ്റിൽ നിന്നുള്ള ദുർഗന്ധം വമിക്കുന്ന മലിനജലം ഒഴുകി തൊട്ടടുത്ത് തന്നെ കെട്ടിക്കിടക്കുകയാണ്. ഇവിടം കൊതുക് പെരുകുകയാണ്. നാട്ടുകാർ ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയിരുന്നെങ്കിലും തിരിഞ്ഞു നോക്കുകൂടി ചെയ്തില്ലെന്നാണ് ജനങ്ങളുടെ പരാതി. മാറിയിട്ടെടുത്ത ആൾ ഇവിടെ അരിയവിരൊന്നും നോക്കുന്നില്ല. മഞ്ചേശ്വരം പഞ്ചായത്തിൻ്റെ മാറിയിട്ട് വെള്ളം കൂടിയില്ല. ഒരു നിലയിട്ടായാലും 2-3 പ്രാവശ്യം ഒരു മാസത്തിനൊക്കെ ഒരു വെള്ളം വരുന്നു. ഈ വെള്ളം വരുന്നിട്ട് ആൾ വരുന്നുമില്ല, മീനിന് ആളും വരുന്നില്ല. പിന്നെ ഇവിടെ ആരും വരുന്നിട്ട് നോക്കുന്നുമില്ല പഞ്ചായത്തുകാർ. രാത്രികാലങ്ങളിൽ സാമൂഹ്യ വിരുദ്ധയുടെ താവളമായി ഇവിടെ മാറിയിരിക്കുന്നു. മദ്യക്കുപ്പികളും മറ്റും വലിച്ചെറിഞ്ഞ് മലീമസമാക്കിയിരിക്കുകയാണ് ഇവിടം. മത്സ്യ മാർക്കറ്റിൽ 2 ശൗചാലയങ്ങളുണ്ടെങ്കിലും രണ്ടും ഉപയോഗശൂന്യമായി കിടക്കുകയാണ്. ഇരിക്കാൻ ഒരു ഇരിപ്പിടം പോലും ഈ മാർക്കറ്റിലില്ല എന്നത് മറ്റൊരു കാര്യം. എല്ലാ വർഷവും മത്സ്യ മാർക്കറ്റ് ലേലത്തിന് കൊടുക്കാറാണ് പതിവ്. ഇപ്രാവശ്യം ലേലത്തിനെടുത്ത വ്യക്തി മാസാമാസം വാടക കൃത്യമായി പിരിക്കുന്നതല്ലാതെ ഇവിടേക്ക് തിരിഞ്ഞു നോക്കാറില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഗ്രാമപഞ്ചായത്ത് അധികൃതർ ഈ പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെടണമെന്നും പ്രദേശവാസികൾ പറയുന്നു. റഹ്മാൻ ഉദ്യാവാര, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. ശമ്പള പരിഷ്കരണത്തിലെ വഞ്ചന തുറന്നു കാണിക്കാൻ ജീവനക്കാർ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. വിദ്യാനഗർ സിവിൽ സ്റ്റേഷൻ പരിസരത്താണ് പരിപാടി സംഘടിപ്പിച്ചത്. ആക്ഷൻ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിലായിരുന്നു ധർണ നടത്തിയത്. ചൊവ്വാഴ്ച രാവിലെയാണ് പ്രതിഷേധ ധർണ നടത്തിയത്. സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം പരിഷ്കരിച്ച് ഉത്തരവിറക്കിയതിലൂടെ ജീവനക്കാരെ വഞ്ചിക്കുകയാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. തസ്തിക വെട്ടിക്കുറയ്ക്കുന്നതും പ്രൊമോഷൻ ആനുകൂല്യങ്ങൾ പരിമിതപ്പെടുത്തുന്നതുമായ ശമ്പള കമ്മീഷന്റെ 2ാം ഘട്ട റിപ്പോർട്ടിലെ മറ്റ് ശുപാർശകളും നടപ്പാക്കാനും തീരുമാനിച്ചതിലൂടെ സർക്കാരിന്റെ വഞ്ചന ഒന്നുകൂടി തുറന്നു കാണിക്കപ്പെടുകയാണ്. ഇതിനെതിരെയാണ് ജീവനക്കാരും അധ്യാപകരും ധർണ നടത്തിയത്. NGO യൂണിയൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുജാത കൂടത്തിങ്കൽ ധർണ ഉദ്ഘാടനം ചെയ്തു. 10,000 രൂപ കയ്യിൽ വാങ്ങുന്ന ഒരു ജീവനക്കാരന് 5,000 രൂപ മാറ്റിവെക്കണം ഗവൺമെന്റ്. അങ്ങനെ മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ജീവനക്കാർക്ക് ശമ്പളം ഗവൺമെന്റ് നിർണയിച്ചപ്പം ഇന്നത്തെ ബേസിക് പേ മതിയോ? ഇന്നത്തെ ശമ്പള സ്കെയിൽ മതിയോ? നിങ്ങൾ പരിശോധിച്ച് നോക്ക്. ഇതിൽപ്പെട്ടിട്ടുള്ള ജീവനക്കാരന് 10% DAയും ബേസിക് പേയും കൂടെ കൂട്ടി അയാളെ കയ്യിൽ കിട്ടിയ ശമ്പളത്തിൽ നിന്നാണ് കൊടുക്കേണ്ടി വരുന്നത്.
അപ്പൊ ഫലത്തിൽ പുതുതായിട്ട് സർവീസിൽ വന്ന ജീവനക്കാരന്റെ വരുമാനത്തിൽ വരുന്നിട്ടുള്ള ആ കുറവ് നികത്താൻ വേണ്ടുന്ന എന്തെങ്കിലും നടപടി ഗവൺമെന്റ് എടുത്തിട്ടുണ്ടോ? അങ്ങനെയല്ല നമ്മൾ ആ പെൻഷനെ സംബന്ധിച്ചൊക്കെ തന്നെ ഉണ്ടായിട്ടുള്ള മാനദണ്ഡങ്ങൾ അങ്ങനെയാണ്. ഭുവനചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. AK സദാനന്ദൻ, K സതീശൻ, CH പ്രദീപ് കുമാർ, C ജനാർദ്ദനൻ എന്നിവർ ധർണയെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ആരോപണ വിധേയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്ന ആവശ്യം യുവമോർച്ച പ്രവർത്തകർ കലക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. സോളാർ വിഷയത്തിൽ ആരോപണ വിധേയനായ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് യുവമോർച്ച ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിലായിരുന്നു കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത്. വിദ്യാനഗർ ഗവൺമെന്റ് കോളേജ് പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു. കളക്ടറേറ്റ് പരിസരത്ത് മാർച്ച് പോലീസ് തടഞ്ഞു. ഭരിക്കാൻ നോക്കണ്ടോ? ಯುವಮೋರ್ಚಾ ಸಂಸ್ಥಾನ ಟ್ರೆಷರರ್ ವಿಜಯ್ ಕುಮಾರ್ ರೈ ಪರಿಪಾಡಿ ಉದ್ಘಾಟನೆ ചെയ്തു. ಇಲ್ಲಿರತಕ್ಕಂಥ UDF ಮತ್ತು LDF ಸರ್ಕಾರ ಒಂದೇ ನಾಣ್ಯದ ಎರಡು ಮುಖಗಳಾಗಿ ಒಂದು ಆಟವನ್ನು ಆಡ್ತಾ ಇದ್ದಾರೆ ನಮಗೆಲ್ಲ ಗೊತ್ತಿದೆ. ಆದ ಕಾರಣ ಇದು ಕೇವಲ ಒಂದು ಇಡೀ ರಾಜ್ಯದಲ್ಲಿ ನಡೀತಕ್ಕಂಥ ಯುವ ಮೋರ್ಚಾ ಎಲ್ಲ ಜಿಲ್ಲೆಯಲ್ಲಿ ಈ ರೀತಿಯ ಒಂದು ಸೂಚನಾ ಮಾರ್ಚನ್ನು ನಡೀತಾ ಇದೆ. ಇದು ಕೇವಲ ಒಂದು ಸೂಚನೆ ಮಾತ್ರ ಅಲ್ಲ, ಇನ್ನು ಮುಂದೆ ಈಗ ಯುವ ಮೋರ್ಚಾ ಯಾವ ರೀತಿಯಲ್ಲಿ ಹೇಳ್ತಾ ಅಂತ ಹೇಳಿದ್ರೆ ಉಮ್ಮನ್ಚಾಂಡಿ ರಾಜಿ ಕೊಡದಿದ್ರೆ ಈ ರೀತಿಯಲ್ಲ, ಇನ್ನು ನಮ್ಮ ಮಾರ್ಚ್ ಸೆಕ್ರೆಟರೇಟ್ನ ಮುಖ್ಯಮಂತ್ರಿಯ ಕ್ಯಾಬಿನ್ನ ಒಳಗೆ ಇರಬಹುದಂತ ಹೇಳುವ ಸೂಚನೆಯನ್ನು ಕೂಡ ಯುವ ಮೋರ್ಚಾ ಕೊಡ್ತಾ ಇದೆ. യുവമോർച്ച ജില്ലാ പ്രസിഡന്റ് PR സുനിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. രാജേഷ് പരവനടുക്കം, ധനഞ്ജയൻ തുടങ്ങിയവരും സംസാരിച്ചു. രോഹിത് വെമുലയുടെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഭവങ്ങളിൽ പ്രതിഷേധിച്ച് CPIയുടെ നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ദളിത് പീഡനത്തിനെതിരെയുള്ള ദേശീയ ക്യാമ്പിന്റെ ഭാഗമായാണ് കൂട്ടായ്മ. CPI ജില്ലാ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടന്ന ജനകീയ കൂട്ടായ്മ CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിലെയും വിദഗ്ധരെ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിദഗ്ധരായിരിക്കണം എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ സർവകലാശാലകളുടെ തലപ്പത്തിരിക്കുന്ന ആളുകളെ മാറ്റി പുതിയ ആളുകളെ നിയമിക്കുന്നു. ചരിത്ര ഗവേഷണ കൗൺസിലിന് പുതിയ ആളുകളെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അതുപോലെ ഫിലിം നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിലെ പ്രചണ്ഡമായ പ്രചരണം നടത്താവുന്ന രംഗങ്ങളിലെല്ലാം പുതിയ പുതിയ പൊളിച്ചെഴുത്ത് നടത്തി ആളുകളെ പുനഃസ്ഥാപിച്ചുകൊണ്ട് തങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള നടപടി സ്വീകരിക്കാൻ കേന്ദ്ര ഭരണകർത്താക്കൾ പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ട ഭരണാധികാരികൾ മുന്നോട്ട് പോകുന്നു. CPI ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് K ഗോവിന്ദൻ പള്ളിക്കാപ്പിൽ അധ്യക്ഷത വഹിച്ചു. ഹൈദരാബാദ് സർവകലാശാല വിദ്യാർത്ഥിയായിരുന്ന രോഹിത് വെമുലയുടെ ആത്മഹത്യയ്ക്ക് ഉത്തരവാദികൾക്കെതിരെ കർശന നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ദളിത് പീഡനങ്ങൾക്കെതിരെയും നടത്തുന്ന ദേശീയ ക്യാമ്പയിന്റെ ഭാഗമായാണ് ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. CPI സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ KV കൃഷ്ണൻ, T കൃഷ്ണൻ, അഡ്വക്കേറ്റ് രാധാകൃഷ്ണൻ പെരുമ്പള, നാരായണൻ പേരിയ തുടങ്ങിയവർ പ്രസംഗിച്ചു. BV രാജൻ ബംഗളം, കുഞ്ഞികൃഷ്ണൻ, KS കുര്യാഗോസ്, M അസീനാർ തുടങ്ങിയവർ കൂട്ടായ്മയ്ക്ക് നേതൃത്വം നൽകി. പ്രസിദ്ധമായ ബന്തെടുക്ക ഏണിയാടി മഖാം ഉറൂസ് ഫെബ്രുവരി 4 മുതൽ 10 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഫെബ്രുവരി 4 രാവിലെ 10 മണിയോടെ മഖാം സിയാറത്തോടെയാണ് ഉറൂസിന് തുടക്കമാവുക. 11 മണിക്ക് ഉറൂസ് കമ്മിറ്റി ചെയർമാൻ MT അബുബക്കർ ആജി പതാക ഉയർത്തും. രാത്രി 9 മണിക്ക് സയ്യിദ് ഹാമിദ് ഇമ്പിച്ച് കോയത്തങ്ങൾ അൽ-ബുഖാരി കൊയിലാണ്ടി ഉദ്ഘാടനം ചെയ്യും. അബ്ദുള്ള സഹദി മേനാള പ്രഭാഷണം നടത്തും. തുടർന്നുള്ള ദിവസങ്ങളിൽ കോഴിക്കോട് വലിയ കാസി സയ്യിദ് മുഹമ്മദ് കോയ ജമുലുല്ലൈലി തങ്ങൾ, സയ്യിദ് സൈനുല്ലാബിദ്ദീൻ മുത്തുക്കോയ തങ്ങൾ, സയ്യിദ് അൽവി ജലാലുദ്ദീൻ അൽ ഹാദി തങ്ങൾ, സയ്യിദ് സൈനുല്ലാബിദ്ദീൻ തങ്ങൾ അൽ-ബുഖാരി കുന്നുങ്കൈ തുടങ്ങിയവർ കൂട്ടുപ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകും. മുഹമ്മദ് സാരി നിസാമി എളേറ്റിൽ, മുഹമ്മദ് അൻവർ ഉദവി മഞ്ചേരി, അബ്ദുൽ വഹാബ് സഖാഫി മമ്പാട്, അബ്ദുൽ ലത്തീഫ് സഹദി പഴസി, അബ്ദുൽ വഹാബ് നയീമി കൊല്ലം തുടങ്ങിയവർ പ്രഭാഷണം നടത്തും. ഉറൂസിന്റെ സമാപന ദിവസമായ ഫെബ്രുവരി 10 രാത്രി 9 മണിക്ക് സമാപന സമ്മേളനം പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. AP മുഹമ്മദ് മുസ്ലിയാർ, കാന്തപുരം പേരോട് മുഹമ്മദ് അസ്അരി തുടങ്ങിയവർ പ്രഭാഷണം നടത്തും. ബന്തെടുക്ക ഏണിയാടി മഖാം ഉറൂസ് 2016 ഫെബ്രുവരി 4 മുതൽ 10 വരെ നടക്കും. ഫെബ്രുവരി 4 രാവിലെ 10:30 മഖാം സിയാറത്തോടെ തുടക്കം. 11 മണിക്ക്
ഉറൂസ് കമ്മിറ്റി ചെയർമാൻ MT അബൂക്കർ ഹാജി പതാക ഉയർത്തും. രാത്രി 9 മണിക്ക് ബഹുമാനപ്പെട്ട സയ്യിദ് ഹാമിദ് ഉമ്പിച്ചിക്കോയ തങ്ങൾ അൽ ബുഖാരി കൊയിലാണ്ടി ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ബഹു അബ്ദുല്ലാഹി സായിദി മേനാള പ്രഭാഷണം നടത്തും. വാർത്താ സമ്മേളനത്തിൽ ജമാഅത്ത് പ്രസിഡന്റ് P മുഹമ്മദ് കുഞ്ഞിയാജി, സെക്രട്ടറി AB ഷാഫി, ഉറൂസ് കമ്മിറ്റി ചെയർമാൻ MD അബൂബക്കർ ആജി, അബ്ദുള്ള സഹദി, PA അബ്ദുള്ള കുഞ്ഞി പട്ടർമുല, ലത്തീഫ് മൂല, AE റഹീം, ബഷീർ ഏണിയാട് തുടങ്ങിയവർ സംബന്ധിച്ചു. PK കുഞ്ഞാലിക്കുട്ടി നയിക്കുന്ന ജാഥ സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുകയാണെന്നും അതുകൊണ്ട് ജാഥ നിർത്തിവെക്കണമെന്നും PDP സംസ്ഥാന ജനറൽ സെക്രട്ടറി നിസാർ മേത്തറാണ് ഈ ആവശ്യം ഉന്നയിച്ചത്. മുസ്ലിം ലീഗിന്റെ ഓരോ യാത്രയും സമ്മേളനവും ഓരോ ആക്രമങ്ങൾക്കും സംഘർഷങ്ങൾക്കും കാരണമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ യാത്ര നിർത്തിവെക്കാൻ മുസ്ലിം ലീഗ് തയ്യാറാവണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇപ്പോൾ മുസ്ലിം ലീഗ് ഞങ്ങളെ അവരുടെ യാത്രയ്ക്ക് മുമ്പേ ആവശ്യപ്പെട്ടതാണ്, ഇപ്പോഴും ആവശ്യപ്പെടുന്നു. അടിയന്തരമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ഈ യാത്രയിൽ നിന്ന് പിന്മാറണം. കേരളത്തിൻ്റെ സാമൂഹ്യ മതേതര അവസ്ഥയ്ക്ക് കടക്കൽ കത്തിവെക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രവണതകൾ ലീഗ് ഉപേക്ഷിക്കണം. വേറെ ഒരു ഘടകകക്ഷി നടത്താത്ത യാത്ര, ദുരൂഹമായ യാത്ര, ഈ യാത്രയിൽ നിന്ന് അടിയന്തരമായി ലീഗ് പിന്മാറണമെന്ന് PDP ആവശ്യപ്പെടുകയാണ്. UAPA നിയമം വഴി നിരവധി നിരപരാധികളെയാണ് ജയിലിലടക്കുന്നത്. CPMന്റെ ഭാഗത്തു നിന്നും ഇതിൽ ഇടപെടലുണ്ടാവണം. ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന നയങ്ങളാണ് സംഘപരിവാർ നടപ്പിലാക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. അപ്പം ഞങ്ങൾക്ക് പറയാനുള്ളത് CPMന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായി വിഷയത്തിൽ ഒരു ഇടപെടലുണ്ടാകണം. ദേശീയ തലത്തിൽ തന്നെ അവർ ഒരു പ്രക്ഷോഭ സമരത്തിന് തയ്യാറാകണം. ഈ ആക്ട് നിരപരാധികളെ വേട്ടയാടാനുള്ള, രാഷ്ട്രീയമായി വേട്ടയാടാനുള്ള, ന്യൂനപക്ഷങ്ങളെ വേട്ടയാടാനുള്ള അവസരമാണ് ഈ ആക്ടിലൂടെ ഉണ്ടാകുന്നത്. CPM അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണമെന്ന് PDP ആവശ്യപ്പെടുകയാണ്. വാർത്താ സമ്മേളനത്തിൽ സ്പെഷ്യൽ വർക്കിംഗ് കമ്മിറ്റി അംഗം ജാഫർ അലി ദാരിമി, കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് ബള്ളൂർ, ജില്ലാ സെക്രട്ടറി സലീം പടന്ന, ജില്ലാ വൈസ് പ്രസിഡന്റ് യൂനിസ് തെലങ്കര തുടങ്ങിയവരും പങ്കെടുത്തു. മഞ്ചേശ്വരം മൈമൂൺ ജുമാ മസ്ജിദ് മദ്രസയുടെ 3ാം വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായി. ഫെബ്രുവരി 7 വരെയാണ് ആഘോഷ പരിപാടികൾ നടക്കുന്നത്. തിങ്കളാഴ്ച രാത്രി ആരംഭിച്ച സ്വലാത്ത് സൈനുൽ ആബിദീൻ ജിഫ്രി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മുനാഫിഖീങ്ങൾക്ക് സ്വലാത്ത് ചൊല്ലാൻ കഴിയില്ല. അവരെന്തെങ്കിലും ന്യായം പറഞ്ഞിട്ട് അവർ അതിൽ നിന്ന് പിന്മാറാൻ വേണ്ടി ശ്രമിക്കും. അവർക്ക് ഖുർആൻ അറിയാഞ്ഞിട്ടല്ല. ഇന്നല്ലാഹു മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ കൽപ്പന അവർക്ക് അറിയാത്തത് കൊണ്ടല്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് മുനാഫിഖീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് തന്നെ അവർ സ്വലാത്ത് ചൊല്ലുമായിരുന്നില്ല. സയ്യിദ് ഏരിയ തങ്ങൾ അധ്യക്ഷത വഹിച്ചു. അത്താവുള്ള തങ്ങൾ ദുആ ചെയ്തു. സയ്യിദ് ഷാഹുൽ ഹമീദ്, ഇബ്രാഹിം ഉമർ ഹാജി, മഹമ്മൂദ് ഹാജി, MB ഉമർ ഹാജി, മമ്മൂഞ്ഞി മൗലവി തുടങ്ങിയവർ സംബന്ധിച്ചു. 7 ദിവസത്തെ പരിപാടിയുടെ തത്സമയ സംപ്രേഷണം KSBlive.com കാണാവുന്നതാണ്. KSTA നേതൃത്വത്തിലുള്ള അധ്യാപിക കലാജാഥയ്ക്ക് തുടക്കമായി. സംഘടനയുടെ രജത ജൂബിലി സമ്മേളനത്തിന്റെ ഭാഗമായാണ് കലാജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത്. നാടക ചലച്ചിത്ര നടി നിലമ്പൂർ ആയിഷ ജാഥ ഉദ്ഘാടനം ചെയ്തു. KSTA സംസ്ഥാന പ്രസിഡന്റ് T വിമലയാണ് ജാഥ ലീഡർ. 2 മേഖലാ ജാഥകളാണ് KSTAയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നത്. വടക്കൻ മേഖലാ ജാഥയുടെ സമാപനം ഫെബ്രുവരി 6-ന് പാലക്കാട്ട് നടക്കും. തിങ്കളാഴ്ച വൈകുന്നേരം കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തായിരുന്നു ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത്. ചലച്ചിത്ര നാടക നടി നിലമ്പൂർ ആയിഷ വിമലയ്ക്ക് പതാക കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. 6 പതിറ്റാണ്ട് മുൻപ് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അസംഘടിതരാക്കിയിരുന്ന കേരളീയ ജനതയെ നേർവഴിയിലേക്ക് കൊണ്ടുവരാനും വളർന്നു വരുന്ന യുവതലമുറയ്ക്കനുകൂലമായ രീതിയിൽ പ്രവർത്തിക്കാനുമായിരുന്നു ആ കാലഘട്ടത്തിൽ നാടക പ്രവർത്തകരും സാംസ്കാരിക നായകന്മാരും പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ 1952 കാലഘട്ടങ്ങളിൽ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സ്ത്രീ, ഒരു പെൺകുട്ടി നാടകരംഗത്തേക്ക് വന്നു എന്നുള്ളത് ഒരു തർക്ക വിഷയമാണ്. സ്വാഗത സംഘം ചെയർപേഴ്സൺ E പത്മാവതി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. KSTA സംസ്ഥാന ജനറൽ സെക്രട്ടറി KC ഹരികൃഷ്ണൻ, വൈസ് പ്രസിഡന്റ് PK സതീഷ്, ജില്ലാ സെക്രട്ടറി A പവിത്രൻ, T പിയൂഷ, CM മീനകുമാരി തുടങ്ങിയവർ പ്രസംഗിച്ചു. KSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് K ബദറുന്നീസ ടീച്ചർ വൈസ് ക്യാപ്റ്റനും സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം അനിതകുമാരി മാനേജറുമായ ജാഥ വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണത്തിനു ശേഷം ഫെബ്രുവരി 6-ന് പാലക്കാട്ട് റാലിയോടെ സമാപിക്കും. നാടിൻ നന്മകൾ വീണ്ടെടുക്കുക,
കുടിവെള്ള പ്രശ്നം പരിഹരിക്കാൻ മാതൃകാ പദ്ധതിയുമായി കാസർഗോഡ് നഗരസഭ 20 രൂപയ്ക്ക് 20 ലിറ്റർ കുടിവെള്ളം നൽകിക്കൊണ്ടാണ് നഗരസഭ മാതൃകയായത്. രൂക്ഷമായ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കാസർഗോഡ് നഗരസഭയിൽ നടപ്പിലാക്കിയ പ്യുവർ വാട്ടർ സംവിധാനത്തിലൂടെയാണ് ഈ പദ്ധതി നടപ്പിലാവുന്നത്. 20 രൂപയ്ക്ക് 20 ലിറ്റർ കുടിവെള്ളം വീടുകളിലും സ്ഥാപനങ്ങളിലും കുടുംബശ്രീ പ്രവർത്തകർ എത്തിച്ചു നൽകുന്നു. സംസ്ഥാന സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം നോഡൽ ഏജൻസിയായ വനിതാ വികസന കോർപ്പറേഷന്റെ സഹകരണത്തോടെയാണ് ഇത് നടപ്പിലാക്കുന്നത്. ഇതിപ്പോൾ 20 ലിറ്റർ ബോട്ടിൽ 20 രൂപക്കാണ് വിതരണം ചെയ്യുന്നത്. അപ്പോൾ 20 ലിറ്ററിൽ 10 രൂപ ഞങ്ങൾ കമ്പനിക്ക്, ഇതിൻ്റെ വനിതാ വികസന കോർപ്പറേഷനാണ് ഇതിന് മുനിസിപ്പാലിറ്റിയിലെ പ്ലാൻ ഫണ്ട് ഉപയോഗിച്ചാണ് ഈ പ്ലാന്റ് ഉണ്ടാക്കിയത്. അപ്പോൾ വനിതാ വികസന കോർപ്പറേഷനാണ് ഇത് ഏറ്റെടുത്ത് നടത്തിയത്. ഇപ്പോൾ വിതരണ ചുമതലയാണ് കുടുംബശ്രീക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ 10 രൂപ ഇവിടെ അടിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ബോട്ടിൽ വെള്ളം ശേഖരിക്കുന്നത്. വിദ്യാനഗറിലെ നഗരസഭാ വ്യവസായ പാർക്കിലെ പ്ലാന്റിൽ നിന്നാണ് കുടിവെള്ളം ശുദ്ധീകരിക്കുന്നത്. പ്രതിദിനം 48,000 ലിറ്റർ കുടിവെള്ളം സംഭരിക്കാനുള്ള പ്ലാന്റാണ് നടപ്പിലായിരിക്കുന്നത്. 7 ഘട്ടങ്ങളിലായി ശുദ്ധീകരണം നടത്തിയ ശേഷമാണ് കുടിവെള്ളം വീടുകളിലെത്തുക. 2000-ഓളം കുടുംബങ്ങൾക്ക് പദ്ധതി പ്രയോജനപ്പെടുന്നുണ്ട്. 21 ലക്ഷം രൂപയാണ് പ്ലാന്റിന് ചിലവായിട്ടുള്ളത്. അടുത്ത ഘട്ടത്തിൽ 1 രൂപ ഇട്ടാൽ 1 ലിറ്റർ ബോട്ടിൽ വെള്ളം നൽകുന്ന പദ്ധതി നടപ്പിലാക്കാൻ ഇവർ ലക്ഷ്യമിടുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മുഖ്യമന്ത്രി വാക്കുപാലിച്ചില്ല. എൻഡോസൾഫാൻ ബാധിത ശ്രുതിയുടെ പഠനം ആശങ്കയിൽ. സംഭവത്തിൽ മനംനൊന്ത് ഭർത്താവ് ആത്മഹത്യക്ക് ശ്രമിച്ചു. കന്നഡ ഭാഷക്കാരോട് സർക്കാർ അവഗണന കാണിക്കുകയാണെന്ന് ആക്ഷേപം. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിലേക്ക് മാർച്ച്. കന്നഡ ഭാഷക്കാരെ അവഗണിക്കുകയാണെന്ന വാദം അടിസ്ഥാനരഹിതമെന്ന് എന്നെ നെല്ലിക്കുന്ന MLA. ഈ വിഷയത്തിൽ ചിലർ രാഷ്ട്രീയം കളിക്കുകയാണെന്നും MLA. കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നത് നുണബോംബ് രാഷ്ട്രീയമാണെന്ന് CMP സംസ്ഥാന ജനറൽ സെക്രട്ടറി CP ജോൺ. UDF-നെ ഇല്ലാതാക്കാനാണ് CPM ശ്രമിക്കുന്നതെന്നും CP ജോൺ. മഞ്ചേശ്വരം മത്സ്യ മാർക്കറ്റ് ചീഞ്ഞു നാറുന്നു. അധികൃതർക്ക് അനക്കമില്ല. ഇതോടെ ഇന്നത്തെ KCN മലയാളം വാർത്താ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാകുന്നു. KCN മലയാളം വാർത്തകൾ ഇപ്പോൾ ഞങ്ങളുടെ വെബ്സൈറ്റിലും യൂട്യൂബിലും ലഭ്യമാണ്. കാണുക www.kasergodchannel.com. നമസ്കാരം.